നമുക്ക് ഇന്നൊരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോവയ്ക്ക നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട്. എൻ്റെ കോവയ്ക്കയ്ക്ക് നീളം കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ നാലായിട്ട് കീറി ഈ ഒരു കനം അല്ലെങ്കിൽ ഈ ഒരു കനത്തിൽ നാലായിട്ട് കീറി വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അതിന് വേണ്ട ചേരുവകൾ ഒരു 10 ഉള്ളി നമ്മൾ നടുവേ അധികം കനം കുറച്ചല്ല, ഇത്രയും കനത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 കാന്താരി, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എണ്ണ. അപ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാം. അധികം എണ്ണയൊന്നും ആവശ്യമായിട്ട് വരത്തില്ല. അപ്പം നമുക്ക് നല്ല രുചിയോടുകൂടി തന്നെ ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതൊരു ചെറിയ തവയാണ് വെച്ചിരുന്നത്, അധികം ഇല്ല. 1/4 കിലോ നമ്മുടെ കോവയ്ക്കായേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയൊരു തവയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് CBCയുടെ ബ്രാൻഡായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ്. ഞാൻ എല്ലാത്തിനും കോക്കനട്ട് ഓയിലാണ് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് മെയിൻലി. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ല. പത്തനംതിട്ട സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ കടുക് പൊട്ടിച്ച് ജസ്റ്റ് ആദ്യമേ കോവയ്ക്കാൻ കഴിക്കും, പിന്നെ ഒന്ന് താളിച്ചെടുക്കത്തുള്ളൂ. ഇത് പത്തനംതിട്ട സ്റ്റൈലിലുള്ള മെഴുക്കുവരട്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാനിവിടെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ചെറുതായിട്ട് നമുക്ക് ആവി വരുന്നുണ്ട്. ഓൾറെഡി ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ സോൾട്ടാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഐലൻഡ് സോൾട്ടാണല്ലോ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ തിരിച്ച് ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കും. നമ്മളൊട്ടും വെള്ളം ഒഴിക്കുന്നില്ല ഇതിനകത്ത്, അല്ലാതെ ഒന്നും ഇത് ചെയ്യുന്നു. ഒന്നുകൂടെ തിരിച്ചിട്ടു. ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കുക 2 മിനിറ്റ്. ഇപ്പോൾ 2 മിനിറ്റായി. നമുക്ക് ഇത് തുറന്ന് നോക്കാം. പിന്നെ മാവ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇതിനി പതുക്കെ ഇതിനകത്തിരുന്ന് നോക്കട്ടെ. ഞാൻ ഇത് തന്നെ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊന്നും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും എണ്ണയും ഞാൻ ഒഴിച്ചുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇടയ്ക്കിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം തീയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറമൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത് എണ്ണയും യൂസ് ചെയ്തില്ല, അടച്ച് വെച്ചുകൊണ്ട് ഓൾറെഡി കോവയ്ക്കാൻ വരികയും ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. ഓക്കെ, എല്ലായിടും മൂത്തും കോവയ്ക്കാൻ മെഴുക്കു. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും തിരിച്ച് കോവയ്ക്കാൻ വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഓൾറെഡി റെഡിയായി. അത്രയും എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചുള്ളൂ. നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യാം. കൊച്ചിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചോറ് ചൂടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആയാലും സെർവ് ചെയ്യാം. വളരെ രുചികരമായ ഒരു വിഭവമാണ്. ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് തേങ്ങാക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും ഇതിനകത്ത് ചേർക്കാം. ഓക്കെ, നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ കൊച്ചുള്ളി നമ്മൾ പച്ചക്കാണെങ്കിലും കഴിക്കുന്നു, കാന്താരി മുളകിൻ്റെ അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളി ഒരു ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, വേറെ വീഡിയോ വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അധികം വേറൊന്നുമില്ല. ബൈ, സീ യു ഓൾ.